നമസ്കാരം. റഷ്യയിലെത്തിയ പ്രധാനമന്ത്രിയുടെ പ്രസംഗമാണ് ഇപ്പോൾ വൈറലാകുന്നത്. റഷ്യയിൽ പോയി ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ പ്രസംഗം ചർച്ചയാവുകയാണ്. മൂന്നാം തവണ രാജ്യത്തിനായി മൂന്നിരട്ടി കഠിനാധ്വാനം നടത്തുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിൽ പറഞ്ഞിരിക്കുന്നത്. മൂന്നിരട്ടി ശക്തിയിലും മൂന്നിരട്ടി വേഗതയിലും രാജ്യത്തെ മുന്നോട്ട് നയിക്കും. റെക്കോർഡ് വേഗത്തിൽ ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അത് ലോകം ശ്രദ്ധിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. റഷ്യയിൽ ഇന്ത്യ 2 കോൺസുലേറ്റുകൾ കൂടി തുറക്കുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. മാത്രമല്ല, ഇന്ത്യൻ യുവാക്കളെ നിർബന്ധിതരാക്കി സൈന്യത്തിൽ ചേർത്ത റഷ്യയിൽ ആ യുവാക്കളെ വിട്ടു നൽകാനും മോദി പുടിൻ ചർച്ച ഇപ്പോൾ വിജയകരമായിരിക്കുകയാണ്. ഇന്ത്യയിലെ യുവാക്കൾ ഇപ്പോൾ വലിയ സ്വപ്നങ്ങൾ കാണുകയാണെന്നും അത് സാധ്യമാക്കുമെന്ന പ്രതിജ്ഞ എടുത്തിരിക്കുകയാണെന്നും 2020 ലോകകപ്പ് വിജയത്തെ പരാമർശിച്ചുകൊണ്ടും അദ്ദേഹം പറഞ്ഞു. റഷ്യയിലേക്ക് തനിച്ചല്ല താൻ വന്നത്. ഇന്ത്യൻ മണ്ണിന്റെ മണവും 140 കോടി ജനങ്ങളുടെ സ്നേഹവും എനിക്കൊപ്പം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അദ്ദേഹം റഷ്യയിൽ പ്രസംഗിച്ചു. മൂന്നാം തവണ അധികാരത്തിലെത്തിയതിനു ശേഷം ആദ്യമായി ഇന്ത്യൻ സമൂഹത്തോട് സംസാരിക്കുന്നത് അദ്ദേഹം റഷ്യയിലാണ് എന്നതും ശ്രദ്ധേയമാണ്. ഒട്ടേറെ സർക്കാർ പദ്ധതികളിൽ 3 എന്ന സംഖ്യയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതാണ് അദ്ദേഹം മൂന്നാം തവണയും ഇപ്പോൾ അധികാരത്തിലേറിയത്. മൂന്നാം വട്ടത്തിൽ ഇന്ത്യയെ ലോകത്തെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കി വളർത്തുകയാണ് മോദിയുടെ ഇനിയുള്ള ലക്ഷ്യം. പാവപ്പെട്ടവർക്കായി 3 കോടി വീടുകൾ നിർമ്മിക്കും. സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കി 3 കോടി ലക്ഷാധിപതി ദീദിമാരെ സൃഷ്ടിക്കും. അവരുടെ വാർഷിക വരുമാനം 1 ലക്ഷത്തിന് മുകളിലാക്കും. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇന്ത്യയിൽ ഉണ്ടായ വികസനം ലോകത്തെ അമ്പരപ്പിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. 10 വർഷം കൊണ്ട് വിമാനത്താവളങ്ങളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിച്ചു. 40,000 കിലോമീറ്ററിലധികം റെയിൽവേ പാളം വൈദ്യുതീകരിച്ചു. ഇതെല്ലാം കാണുമ്പോൾ ഇന്ത്യ മാറുകയാണ് എന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. 140 കോടി ജനങ്ങളുടെ പിന്തുണയിൽ ഇന്ത്യ വിശ്വസിക്കുന്നു. ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റണമെന്നാണ് അവരെല്ലാം ആഗ്രഹിക്കുന്നത്. ലോകത്തിന് നിങ്ങളോടുള്ള മനോഭാവം ഇപ്പോൾ മാറിയിട്ടില്ലേ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം റഷ്യയിൽ പറഞ്ഞു. പതിറ്റാണ്ടുകളായി തുടരുന്ന പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനാകും എന്ന വിശ്വാസം ഇപ്പോൾ ജനങ്ങൾക്ക് മുൻപിലുണ്ട്. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ 15% ഇന്ത്യ സംഭാവന നൽകുന്നത്. വരും ദിവസങ്ങളിൽ അത് ഇനിയും വർദ്ധിക്കും. ദാരിദ്ര്യ നിർമ്മാർജ്ജനം മുതൽ കാലാവസ്ഥാ മാറ്റം വരെയുള്ള വിഷയങ്ങളിൽ ഇന്ത്യ വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. വെല്ലുവിളികളെ വെല്ലുവിളിക്കുക എന്നത് എന്റെ DNA ഉള്ളതാണെന്നും അദ്ദേഹം അവിടെ തുറന്നടിച്ചു. വരും വർഷങ്ങളിൽ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യ പുതിയ അധ്യായം എഴുതി ചേർക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. 10 വർഷത്തിനിടെ 6 തവണ റഷ്യയിൽ വന്നു അദ്ദേഹം. 17 തവണ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. ഓരോ കൂടിക്കാഴ്ചയും ഇരു രാജ്യവും തമ്മിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതിനെ കേന്ദ്രീകരിച്ചായിരുന്നു. പരസ്പര വിശ്വാസത്തിലും ബഹുമാനത്തിലും വളരുകയാണ് ഇന്ത്യ റഷ്യ ബന്ധം. ഇപ്പോൾ പലവട്ടം പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നെങ്കിലും റഷ്യയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമായതേയുള്ളൂ. ഇപ്പോഴും അതിന് പുടിനോട് നന്ദി പറയുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈനിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ കുടുങ്ങിയപ്പോൾ അവരെ തിരിച്ചു നാട്ടിലെത്തിക്കാൻ അദ്ദേഹം വലിയ രീതിയിൽ സഹായിച്ചു എന്നും മോദി പറഞ്ഞു. ഏതായാലും മറ്റു ലോകരാജ്യങ്ങൾ നോക്കി നിൽക്കെ ഇപ്പോൾ റഷ്യ ഇന്ത്യ ബന്ധം വളരെയേറെ ദൃഢപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.